നമസ്കാരം. ഇപ്പോൾ ചക്കയുടെ സീസണായി വരികയാണല്ലോ. അപ്പോൾ ചക്കയുമായി ബന്ധപ്പെട്ട ഒരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ശരിക്കൊരു ചക്കയെന്ന് പറയാൻ പറ്റില്ല, ചക്കയിൽ നിന്നുള്ളൊരു ഉൽപ്പന്നം. അത് ഏകദേശം 4 മാസം പ്രായമായ ചക്ക പൊടിച്ച്, ഫൈബർ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള സമയമാണ് 4 മാസം. പൊടിച്ച് നല്ല ഒരു പാക്കറ്റിലാക്കി മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും ആമസോണിൽ കിട്ടുന്നുണ്ട്. ജാക്ക് ഫ്രൂട്ട് 365. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി. ചക്കപ്പൊടി എന്ന് പറയാം, ഇതിന് ചക്കപ്പൊടി എന്ന് പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് 16% ഫൈബർ ഉള്ളത്. അതിൽ സോലുബിൾ ഫൈബർ തന്നെ 4.4%. മറ്റുള്ള ഏത് ഭക്ഷ്യവസ്തുവിനേക്കാളും ഏറ്റവും കൂടുതൽ സോലുബിൾ ഫൈബർ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് വെറും 4%. അതുകൊണ്ട് തന്നെ പ്രമേഹം, ഫാറ്റി ലിവർ നമ്പർ 1 ആയിട്ട് വേണം. ഫാറ്റി ലിവറിന് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ്. ഏതൊരു ആഹാരത്തിനോടൊപ്പവും ഇത് ചേർന്ന് പോകും. നമ്മൾ ചോറ് അല്ലെങ്കിൽ കറി, സൂപ്പ് എന്തിലും വേണമെങ്കിൽ ചേർത്ത് നമുക്കിത് കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ 3 ടേബിൾ സ്പൂൺ ഇത് കഴിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ഫാറ്റി ലിവർ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് വലിയ അപകടകരമായ ഒരവസ്ഥയാണ്. അത് നേരെ സിറോസിസ് ലിവർ, അതായത് ചകിരി പോലെ ആയിപ്പോകും നമ്മളുടെ കരൾ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ ഏറെ സഹായിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ചക്ക. എന്ന് പറഞ്ഞിട്ട് ഈ ചക്ക എല്ലാ തരം ചക്കയും ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 4 മാസം പ്രായമായ ചക്കയാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. ഇപ്പം ഈ പ്രോഗ്രാം കാണുന്നവർക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ 4 മാസം ഏകദേശം പ്രായമായതാണെങ്കിൽ അതെടുത്തിട്ട് നന്നായിട്ട് ഉണക്കി പൊടിച്ച് വയ്ക്കുക. അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എല്ലാ ദിവസവും 1 ടേബിൾ സ്പൂൺ വെച്ച് 3 നേരം ആഹാരത്തിൽ ചേർത്ത് കഴിക്കണം. അപ്പോൾ ഞാനത് ഇപ്പം ഫാറ്റി ലിവറിനാവട്ടെ, അമിതവണ്ണത്തിനാവട്ടെ, അതോടൊപ്പം കൊളസ്ട്രോൾ കുറയ്ക്കാനാവട്ടെ, LDL, അതുപോലെ ടോട്ടൽ കൊളസ്ട്രോൾ, ഇവയൊക്കെ കുറയ്ക്കാൻ ഇത് വളരെയേറെ സഹായിക്കും. നമ്പർ 1 ആയിട്ട് നമുക്ക് അമിതവണ്ണത്തിനും ഫാറ്റി ലിവറിനും അതുപോലെ പ്രമേഹത്തിനും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഒരു പ്രയാസവും ഉള്ളതല്ല. ഞാൻ നേരത്തെ ഒരു മല്ലിച്ചായ, ആദ്യം നമ്മൾ കരിഞ്ജീരക ചായ എൻ്റെ എപ്പിസോഡിൻ്റെ ആരംഭഘട്ടത്തിൽ നിങ്ങൾ കണ്ടു കാണും. കരിഞ്ജീരക ചായ കഴിഞ്ഞ് നമ്മൾ പലതരം പെരിഞ്ജീരക ചായ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മല്ലിച്ചായ, ആ മല്ലിച്ചായയും ജാക്ക് ഫ്രൂട്ട് 365 കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ ഈ റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്ന് പറയാൻ പരസ്പര പൂരകങ്ങളാണ്. ഒന്നിനൊന്ന് മെച്ചമാണ്. ഏത് കാര്യത്തിൽ, ഫാറ്റി ലിവർ കുറയ്ക്കാനാണെങ്കിലും, പ്രമേഹം കുറയ്ക്കാനാണെങ്കിലും, അമിതവണ്ണം കുറയ്ക്കാനാണെങ്കിലും, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് കുറയ്ക്കാനാണെങ്കിലും ഇത് എല്ലാ അർത്ഥത്തിലും എക്സലൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങൾക്കും ഇത് അനുയോജ്യമായിരിക്കും. പിന്നെ ഇത് മാത്രമെന്ന് ഇതിപ്പം പലരും ഇങ്ങനെയാണ്, എൻ്റെ ഒരു റെസിപ്പി കാണുമ്പോൾ മാഡം ആ റെസിപ്പി കണ്ട് അതിപ്പം ഞങ്ങൾ തയ്യാറാക്കി കഴിച്ചാൽ എല്ലാം ശരിയാവും. അങ്ങനെയല്ല, ഞാൻ അതിനോടൊപ്പം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളത് ഓർക്കണം. LK ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണം. LK ഡയറ്റ് പ്ലാൻ, അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. LK ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു കീറ്റോജനിക് ഡയറ്റാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ഇപ്പം ഇത് രാവിലെ കുടിക്കുന്നു, ഉച്ചയ്ക്ക് കുടിക്കുന്നു, നിങ്ങൾ ഇത് ചേർത്ത് കഴിക്കുമ്പം നിങ്ങളുടെ വിചാരം കംപ്ലീറ്റ് ആയിട്ട് ഷുഗറും അതുപോലെ തന്നെ ഫാറ്റി ലിവറും ഒക്കെ കുറേ. അങ്ങനെയല്ല. നിങ്ങൾ ടോട്ടലായിട്ട് നിങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റ് ലെസ് ദാൻ 20% ആക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് LK ഡയറ്റ് പ്ലാൻ ഞാൻ തയ്യാറാക്കി. ഇതിനകത്ത് വീഡിയോ കിടപ്പുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഫ്രം 3 to 7, 327 തൊട്ട് 343 വരെ ഗ്രെയിൻ ഫ്രീ ഡയറ്റാണ്. ഗ്രെയിൻ ഫ്രീ ഡയറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ LK ഡയറ്റ് പ്ലാനേക്കാൾ മെച്ചമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നിങ്ങൾക്ക് ഗ്രെയിൻസ്, അതായത് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് മാറ്റിക്കൊണ്ടുള്ള ഡയറ്റ് പ്ലാൻസ് ആണ് അതിനകത്തുള്ളത്. പലതരം റെസിപ്പികൾ. വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ്. അപ്പോൾ അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ എക്സലൻ്റ് ആയിട്ട് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക, എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, ടെൻഷൻ മാറ്റുക. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഒരു കാര്യം മാത്രമല്ല, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അങ്ങനെ ഒരു യു ഷുഡ് ഹാവ് എ ഡിറ്റർമിൻഡ് ഔട്ട്ലുക്ക്, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ
എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും, യാതൊരു സംശയവുമില്ല. ഈ ഫാറ്റി ലിവർ തന്നെ ഒരു 3 മാസത്തിനകത്ത് അത് ഗ്രേഡ് 2-ൽ നിന്നും ഗ്രേഡ് 0 ആക്കാൻ പറ്റും, യാതൊരു സംശയവുമില്ല. അത് നമ്മൾ നന്നായിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ മല്ലിച്ചായ ഇപ്പം ഞാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ മല്ലിച്ചായയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഏറ്റവും പ്രധാനം മല്ലിയാണ്. 100 ഗ്രാം മല്ലിക്ക് നമ്മൾ 25 ഗ്രാം കരിഞ്ജീരകം, 25 ഗ്രാം നല്ല ജീരകം, കറുവപ്പട്ട, ഏലക്ക, ചുക്ക്, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മല്ലിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഉലുവയുണ്ട്. അപ്പം ഏകദേശം 6 ഇൻഗ്രീഡിയൻസ് അതിനുണ്ട്. കരിഞ്ജീരകം, ഏലക്ക, ചുക്ക്, നല്ല ജീരകം, കറുവപ്പട്ട, മല്ലി, ഓക്കെ, ഉലുവ. അപ്പം ഏകദേശം 7 ചേരുവകൾ ചേർത്തിട്ടാണ്. ബാക്കിയൊക്കെ 25 ഗ്രാം വീതം എടുത്താൽ മതി. അപ്പോൾ ഇത് എടുത്ത് വറുത്ത് പൊടിച്ചിട്ട് എടുത്ത പൊടിയാണ് ഈ ഇരിക്കുന്നത്. ഈ പൊടി ഇങ്ങനെ റെഡിയാക്കി നമ്മളൊരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരിക്കണം. 1 ടീസ്പൂൺ, ഏകദേശം 1 ടീസ്പൂൺ അല്ലെങ്കിൽ 10 ഗ്രാം തന്നെ എടുക്കാൻ പറ്റും. ഏകദേശം ഒരു വലിയ ഗ്ലാസ്സിൽ ഒരു 200-250 ml വെള്ളം എടുത്താൽ 10 ഗ്രാം ഇട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചൊരു 3-4 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. തിളപ്പിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നതാണിത്. കുറച്ച് നേരം വയ്ക്കുമ്പോൾ അത് സെഡിമെൻ്റ് ആവും, അതങ്ങ് എടുത്താൽ മതിയാവും. ഇതാണിത് മല്ലിച്ചായ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്തേക്ക് നമ്മൾ ഈ ഫ്രൂട്ട് 365 1 ടേബിൾ സ്പൂൺ ചേർത്ത് കലക്കുക. സ്പൂൺ ജാക്ക് ഫ്രൂട്ട് 365 ആണ്, അത് ഇതിനകത്തേക്ക് ചേർക്കാം, കലക്കിയെടുക്കാം. രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഈ മല്ലിച്ചായ തന്നെ ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടിയാണ്. പ്രമേഹം കുറയ്ക്കാനും ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ മാറ്റാനും വയറിനൊക്കെ വളരെ നല്ല ദഹന ശേഷി ഉണ്ടാക്കാനും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും നല്ലോണം BP കുറയ്ക്കാനും ഒക്കെ ഏറെ സഹായിക്കുന്നതാണ് മല്ലിച്ചായ. അപ്പോൾ അതും ഫാറ്റി ലിവർ കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒരു പൗഡറാണ് ജാക്ക് ഫ്രൂട്ട് 365. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മളിപ്പോൾ കലക്കിയെടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ വേണം നിങ്ങൾ കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഈ മല്ലിച്ചായ ഇവിടെ ഞാൻ ഈ പൗഡർ എടുത്ത് 1 ടേബിൾ സ്പൂൺ പൗഡർ എടുത്തിട്ട് മല്ലിച്ചായ തയ്യാറാക്കിയതായിരുന്നു. അതിനകത്തേക്കാണ് നമ്മൾ ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് 365 പൗഡർ ചേർത്തിട്ട് കലക്കിയെടുത്തതാണിത്. ഓക്കെ, എളുപ്പത്തിന് വേണ്ടി നമ്മളിവിടെ പൗഡർ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഇത് വെച്ച് തയ്യാറാക്കിയ ചായയാണ് ഇവിടെ നേരത്തെ ഇരുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. വലിയ ടേസ്റ്റൊന്നും കാണില്ല എന്ന് എനിക്കറിയാം, എങ്കിലും ആവശ്യമല്ലേ ഏറ്റവും പ്രധാനം. വേണമെങ്കിൽ ഇതിന് കുറച്ച് മധുരമൊന്നും ചേർക്കരുത്, ലേശം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. BP ഒന്നും ഇല്ലാത്തവർക്ക് നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ഉപ്പും ലേശം ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ ഇത്തിരി ചെറുനാരങ്ങ നീരും കൂടെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, നോ ഇഷ്യൂസ്. ഇതൊക്കെ ഇതിനോടൊപ്പം ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ മല്ലിച്ചായയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആണ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കരിഞ്ജീരകം എക്സലൻ്റ് ആണ്. BP കുറയ്ക്കാനാവട്ടെ, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ പോലും സഹായിക്കുന്നതാണ് കരിഞ്ജീരകം. എന്തെന്ന് വെച്ചാൽ രക്തക്കുഴലിനകത്ത് രക്തം കെട്ടാതെ ഇരിക്കാൻ സഹായിക്കുന്ന ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ആക്ടിവിറ്റി കരിഞ്ജീരകത്തിനുണ്ട്. അതോടൊപ്പം ഉലുവ ഏറ്റവും കൂടുതൽ ആൻറ്റി ഡയബറ്റിക്, അതായത് പ്രമേഹത്തിന് ചേർത്ത് നിർത്താൻ ഏറ്റവും സഹായിക്കുന്ന ഉലുവയ്ക്കകത്താണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ ഉലുവയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന സോലുബിൾ ഫൈബേഴ്സും ജാക്ക് ഫ്രൂട്ടിനകത്ത് അടങ്ങിയിരിക്കുന്ന സോലുബിൾ ഫൈബേഴ്സും കൂടെ ആകുമ്പം അത്രയും കൂടുതൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണല്ലോ നമ്മുടെ ഈ പ്രമേഹം വരാനും അമിതവണ്ണം വരാനും ഫാറ്റി ലിവർ വരാനും പോളിസിസ്റ്റിക് ഓവറി വരാനും ഉള്ള കാരണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇൻസുലിൻ ശരീരത്തിൽ ഇല്ലാതെയല്ല, വളരെ കൂടുതലായിരിക്കും രക്തത്തിൽ. പക്ഷേ അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ ഈ കോശങ്ങൾക്കകത്ത് ചെന്ന് ഇൻസുലിൻ ഒരു താക്കോൽ പോലെയാണ്. അപ്പോൾ അത് ശരിക്ക് ഇൻസുലിൻ്റെ ഒരു ചെറിയൊരു അറയിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ എടുത്ത് വെച്ചിട്ട് നമ്മുടെ
കോശങ്ങൾക്കകത്ത് കയറ്റി വിടും. അങ്ങനെയാണ് എനർജിയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ കോശങ്ങൾക്കകത്ത് കയറ്റി വിടണമെങ്കിൽ അതിന് അവിടെ ഒരു ദ്വാരമുണ്ട്. അത് അടഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? കൊഴുപ്പ് കൊണ്ട് അടഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് ഈ ഇൻസുലിൻ ഹോർമോണിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് മുഴുവനും പ്രവർത്തനമില്ലാതെ രക്തത്തിൽ കൂടി വരികയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇൻസുലിൻ വളരെ കൂടുതലാണ്, ഇൻസുലിൻ ഇല്ലാത്തതല്ല. അതുകൊണ്ട് തന്നെയും ഒരിക്കലും അതിൻ്റെ യഥാർത്ഥ ചികിത്സ എന്ന് പറയുന്നത് ശരിയായ ആഹാരവും ശരിയായ വ്യായാമവും തന്നെയാണ്. പിന്നെ മാനസികമായ സമാധാനവും അത് വളരെ പ്രധാനമാണ്. ടെൻഷൻ കൂടുതലാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ഷുഗർ കൂടി തന്നെ നിൽക്കും. കാരണം ടെൻഷൻ കൊണ്ട് ഈ സ്ട്രെസ് ഹോർമോൺ വളരെ കൂടുതലായിട്ട് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെയും ഒരുമിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ എന്താ പറയുക, ഈ അസുഖത്തെ നേരിടാൻ. ഈ അസുഖങ്ങളെന്ന് പറഞ്ഞതൊരു എന്താ പറയുക, അറേ ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ്. പ്രമേഹം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. ഹൈപ്പർ കൊളസ്ട്രീമിയ, ഒബീസിറ്റി, ഫാറ്റി ലിവർ ഒക്കെ തന്നെ. അപ്പോൾ അതെല്ലാം ഇതിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ചായ എന്ന് പറയുന്ന രാവിലെയും വൈകിട്ടും നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ ഈ ജാക്ക് ഫ്രൂട്ട് 365 ചേർത്ത് കഴിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇഞ്ചക്ഷൻ എടുക്കുന്നവർ, ടാബ്ലറ്റ്സ് കഴിക്കുന്നവർ എൻ്റെ കീറ്റോജനിക് ഡയറ്റിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ അളവ് കുറയ്ക്കണം. തീർച്ചയായും ഡോക്ടറുടെ സൂപ്പർവിഷനിൽ തന്നെ ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനെന്നുള്ള കാര്യം മറക്കരുത്.